ഇച്ചിങ്ങും ഒക്കെ ഒരുപാട് സൂത്ത് ചെയ്ത ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആയിരുന്നത്. അത് വേറെ ഒന്നുമല്ല, അത് ബയോ. എൻ്റെ സ്കിൻ വളരെ ഡ്രൈ പാച്ച് ആൻഡ് ഇച്ചി ആയിട്ടിരുന്നപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞ എല്ലാ എന്താ പറയുക മോയ്സ്ചറൈസർ ഓയിൻമെൻറ്റ്സ് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫോളോ ചെയ്തതാണ്. ബട്ട് ഒരു കാര്യം മാത്രം മാറിയിട്ടില്ലായിരുന്നു, എൻ്റെ സ്കിന്നിൻ്റെ എൻ്റെ ആ റിസ്റ്റ് ഏരിയയിൽ എഫക്റ്റഡ് ഏരിയയിൽ വന്ന ഡാർക്ക്നെസ്. ഇച്ചിങ്ങും ഡ്രൈനെസ്സും ഒക്കെ കുറയുന്നുണ്ടായിരുന്നു, ബട്ട് ആ ഡാർക്ക്നെസ് മാത്രം മാറുന്നില്ല. ഇച്ചിങ്ങും മാറുന്നില്ലായിരുന്നു, ആക്ച്വലി ഇച്ചിങ്ങും ഡാർക്ക്നെസ്സും മാറുന്നില്ലായിരുന്നു ഞാൻ ആ ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ട്. ഹായ് ഓൾ, കുറച്ച് നാൾ മുമ്പേ എൻ്റെ കയ്യിൽ ഒരു ഇച്ചിങ് പോലെ വന്നായിരുന്നു. ആദ്യം തുടക്കത്തിൽ ഒരു ഡ്രൈനെസ്സും കുറച്ച് പാച്ചി ആയിട്ട് ഈ റിസ്റ്റ് ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ചെറുതായിട്ടേ ഉള്ളായിരുന്നു. ഞാൻ കുറേ സാനിറ്റൈസറും അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ വന്നതാണ്. ഒരുപാട് അമിതമായിട്ട് യൂസ് ചെയ്ത് വന്നതാണ് അങ്ങനെ ഡ്രൈയും പാച്ചി ആയിട്ട്. അവസാനം എനിക്ക് ഇവിടെ ചൊറിച്ചിലൊക്കെ വന്ന് ഒരുപാട് ഡാർക്കനാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കുറേ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് അവസാനം ഞാൻ ഡോക്ടറെ കാണിച്ചത്. അപ്പോൾ ഡോക്ടർ ആസ് യൂഷ്വൽ ഓയിൻമെൻറ്റ്സ് അതിന് വേണ്ടിയുള്ള ചൊറിച്ചിൽ മാറാനുള്ള അത് റിക്കവർ ഉള്ള ഒരു ആസിഡ് പോലത്തെ ഒരു സംഭവം, ആസിഡ് മീൻസ് ആസിഡ് കണ്ടൻറ്റുള്ള ഓയിൻമെൻ്റ് ഉണ്ടല്ലോ, അത് തന്നു. മോയ്സ്ചറൈസർ വേറെ തന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ഇത് മാറാനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ഓയിൻമെൻറ്റ് വേറെ തന്നു. ഓക്കെ, അപ്പോൾ ഞാനത് 2 വീക്സ്, പക്ഷേ ആ ഓയിൻമെൻറ്റ് 2 വീക്സ് മാത്രമേ, ഇത് മാറാനുള്ള ഓയിൻമെൻറ്റ് 2 വീക്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ 2 വീക്സ് യൂസ് ചെയ്തു. അതൊക്കെ മാറി, ഇച്ചിങ്ങും ഡ്രൈനെസ്സും അതൊക്കെ മാറി. ബട്ട് സ്റ്റിൽ ഡാർക്ക് കളർ മാറുന്നില്ലായിരുന്നു. ആക്ച്വലി ഇച്ചിങ്ങും ഡാർക്ക്നെസ്സും മാറുന്നില്ല. അത് ഞാൻ ആ ഒരു സംഭവം തന്നെ കണ്ടിന്യൂ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ എൻ്റെ റിസ്റ്റ് ഏരിയ ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്യാം, സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഇതായിരുന്നു എൻ്റെ കൈയുടെ അവസ്ഥ. അത്ര ദയനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു. കണ്ടാൽ നമുക്ക് വല്ലാതെ തോന്നും. അത്ര എന്താ പറയുക, ഡ്രൈ പാച്ചി ഇച്ചി ചൊറി പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ കൈ ഇരുന്നത്. അതൊക്കെ മാറിയെങ്കിലും ഈ ഡാർക്ക്നെസ്, ആ ഡാർക്കായിട്ടിരിക്കുന്ന അത് മാത്രം മാറുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഡാർക്ക്നെസ് മാറാൻ ഞാൻ ഡോക്ടർ കുറേ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ തന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ കുറേ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ തന്നായിരുന്നു. 1-2 മോയ്സ്ചറൈസേഴ്സ് തന്നു. പിന്നെ സ്കിൻ, ഇപ്പോൾ ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ 2 മോയ്സ്ചറൈസർ, 2 ബ്രാൻഡിൻ്റെ 2 മോയ്സ്ചറൈസേഴ്സ് മേടിച്ചു. എല്ലാം നല്ലത് തന്നെയായിരുന്നു. ബട്ട് എനിക്കത് എൻ്റെ ഒരുപാട് ഡ്രൈ സ്കിൻ, എനിക്കത് അത്ര എന്താ പറയുക എഫക്റ്റീവായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിന് പകരം ഞാൻ യൂസ് ചെയ്തത്, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ സ്കിൻ ഈ കൈക്കും കാലിനും ഒക്കെ യൂസ് ചെയ്യുന്നത്, ഫേസിന് ഞാൻ വേറെ യൂസ് ചെയ്യുന്നത്, മോയ്സ്ചർ കൈനൊക്കെ യൂസ് ചെയ്യുന്നത്, എൻ്റെ കുഞ്ഞിന് വരെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് ഞാൻ പിന്നെ യൂസ് ചെയ്തത്. അതൊരു എന്താ പറയുക മാജിക്കായിരുന്നു ആക്ച്വലി. എൻ്റെ ഇച്ചിങ്ങും ഒക്കെ ഒരുപാട് സൂത്ത് ചെയ്ത ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആയിരുന്നത്. അത് വേറെ ഒന്നുമല്ല, അത് ബയോഡെർമ മോയ്സ്ചറൈസറാണ്. ഇതാ ഈ പാക്കിംഗ് കണ്ടാൽ തന്നെ അറിയാം, ഓൾമോസ്റ്റ് തീരാറ്. ഞാൻ അത്രയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, കുഞ്ഞിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എൻ്റെ സ്കിന്നായി പ്രശ്നം വന്ന പിന്നെ ഞാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് പുതിയ പാക്കറ്റ്. ഇതും പിന്നെ വാസ്ലിൻ പെട്രോളിയം ജെലിയും ബയോഡെർമ മോയ്സ്ചറൈസറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് രണ്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ബയോഡെർമ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ സ്കിന്നിന് ഇച്ചിങ്, എനിക്ക് വേറെ മോയ്സ്ചറൈസറൊക്കെ ഡോക്ടറിനെ യൂസ് ചെയ്തിട്ട് ഇച്ചിങ് അങ്ങോട്ട് മാറുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്തത്, ഞാൻ ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബയോഡെർമ മോയ്സ്ചറൈസർ അങ്ങ് അപ്ലൈ ചെയ്തപ്പോൾ ഇച്ചിങ് നന്നായിട്ട് കുറഞ്ഞു. പിന്നെ ഞാൻ പെട്രോളിയം ജെല്ലി, നമ്മൾ ബയോഡെർമ മോയ്സ്ചറൈസർ, ഏത് മോയ്സ്ചറൈസർ ആണെങ്കിൽ നമുക്ക് പറ്റിയ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ആ എഫക്റ്റഡ് ഏരിയയിൽ, റിസ്റ്റ് ഏരിയയിലായിരുന്നു എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ആ എഫക്റ്റഡ് ഏരിയയിൽ ഈ വാസ്ലിനും കൂടെ ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ മോയ്സ്ചർ മോയ്സ്ചർ ലോക്ക് ചെയ്യും. കുറച്ചുകൂടെ ഈ മോയ്സ്ചർ നമ്മൾ പുരട്ടിയേക്കുന്ന മോയ്സ്ചറൈസർ ഒന്നുകൂടെ ലോക്ക് ഇൻ ചെയ്ത് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാസ്ലിൻ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത്. ഫുള്ളല്ല, ആ ഏരിയയിൽ മാത്രം. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വാസ്ലിൻ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ ഡാർക്ക്നെസ് നന്നായിട്ട് ഇങ്ങനെ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊരു എന്താ പറയുക അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കൈ കണ്ടിട്ട് ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിച്ച് ഇരുന്ന ഒരു സംഭവമാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടും അതിൻ്റെ ഡാർക്ക്നെസ് ഓയിൻമെൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടും അതിൻ്റെ ഡാർക്ക്നെസ് ഒന്നും മാറാഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ചായിരുന്നു. ബട്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ അതൊരു മാജിക് പോലാണ് എനിക്ക് തോന്നിയത്. ഒരു മാജിക്കൽ ഇതും കൂടെ ഉള്ള ബയോഡെർമയും കൂടെ ഉള്ള കോമ്പിനേഷൻ, അത് ശരിക്കും ഒരു മാജിക്കൽ ക്രീമാണ്. ഇത് രണ്ടും നമുക്ക് തന്നെ വെരി വെരി ഡ്രൈ സ്കിൻ ഉള്ളതാണ് ബയോഡെർമ. ആക്ച്വലി ഡ്രൈ സ്കിൻ ഉള്ള ഫേസ് ആണെങ്കിൽ ഇത് ബെസ്റ്റാണ്, ബയോഡെർമ മോയ്സ്ചറൈസർ ബെസ്റ്റാണ് ഡ്രൈ സ്കിൻ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഈ ഷൈനിങ്, എൻ്റെ പഴയ ഷൈനിങ് സ്കിൻ തിരിച്ചു തന്ന 2 പ്രോഡക്റ്റ്സാണ് ബയോഡെർമയും വാസ്ലിൻ പെട്രോളിയം ജെല്ലിയും. അത്രയ്ക്ക് അടിപൊളി ആണ് രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ രണ്ടും. പിന്നെ ഞാൻ ഈ ബയോഡെർമയുടെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി നല്ല എന്താ പറയുക തിക്ക് ക്രീമി ടെക്സ്ചറാണ്, നിങ്ങൾക്ക് കാണാം. തിക്ക് ക്രീമി ടെക്സ്ചറാണ്. ഒരുപാട് ഇഷ്ടമാണ് ഈ മോയ്സ്ചറൈസർ. എന്താ വെച്ചാൽ അത്ര നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്താൽ നല്ല നിങ്ങളുടെ ഇച്ചിങ്ങും ഒക്കെ മാറും. അങ്ങനത്തെ ഇച്ചിങ് ഒക്കെയുള്ള സ്കിൻ, ഫേസ് ആണെങ്കിൽ ശരി കൈ ആണെങ്കിലും ശരി നമ്മുടെ ഇച്ചിങ് ഒക്കെ മാറും. ബട്ട് ഇത് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. ഞാനിത് ഫേസിൽ ഒരിക്കലും യൂസ് ചെയ്യില്ല. ബിക്കോസ് ഇത് കുറച്ച് നമുക്ക് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. ഓൾറെഡി കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഓയിലിനെസ് തോന്നാറുണ്ട്. ഫേസിൻ്റെ ആരും അറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ബയോഡെർമയുടെ. അപ്പോൾ ഇതാണ് എൻ്റെ ടെക്സ്ചർ. ഇത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം.
നല്ല അടിപൊളി, നമ്മുടെ കൈക്കൊക്കെ നല്ല അടിപൊളി മോയ്സ്ചറൈസാണ്. എൻ്റെ ഫേസ് കോമ്പിനേഷൻ സ്കിന്നും എൻ്റെ കയ്യും ഒക്കെ ബാക്കി ഏരിയാസൊക്കെ എൻ്റെ വളരെ ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് വിൻ്റർ സീസൺ ഒക്കെ ആയതുകൊണ്ടാണ്. ഇവിടെ ബാംഗ്ലൂർ ഇപ്പോൾ കുറച്ച് ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ് വിൻ്റർ ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ഡ്രൈ, അതുകൊണ്ടാണ് തണുപ്പ് കാരണം ആണ് ഒരുപാട് ഡ്രൈ ആയത്. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു മോയ്സ്ചർ നല്ല സോഫ്റ്റ് ആക്കും, നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കും. പിന്നെ ഡ്രൈനെസ് ഒക്കെ മാറ്റി, ഇച്ചിങ് ഒക്കെ മാറ്റി സൂത്ത് ചെയ്യും നമ്മുടെ സ്കിന്ന്. അത്ര അടിപൊളി പ്രോഡക്റ്റാണ്, ക്രീമാണ് ബയോഡെർമ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ വന്ന പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ പറയുന്ന പോലെ എല്ലാം ഫോളോ ചെയ്യുക. എന്നിട്ടും നിങ്ങളുടെ ഈ ഡാർക്ക്നെസ് ഒക്കെ മാറിയില്ലെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാം. ഞാൻ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്തു, ബട്ട് എല്ലാവരുടെ സ്കിന്നിൽ ഇത് വർക്ക് ചെയ്യണമെന്നില്ല. വാസലിനും എസ്പെഷ്യലി വാസലിൻ എല്ലാവരുടെ സ്കിന്നിലും വർക്ക് ചെയ്യണമെന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ സ്കിന്നിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ബട്ട് ബയോഡെർമ ബെസ്റ്റാണ്, വെരി വെരി ഡ്രൈ സ്കിന്നിന്. ഓക്കെ, ഞാൻ പറഞ്ഞ കൈയുടെ കാര്യമാണ് വെരി ഡ്രൈ സ്കിൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.